മേയർ ആര്യ രാജേന്ദ്രൻ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യദു മൊഴി നൽകാനായി അല്പസമയത്തിനകം തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തും. മേയർ, ഭർത്താവ് എം.എൽ.എ. സച്ചിൻ ദേവ് എന്നിവർക്കെതിരെയാണ് യദു കേസ് നൽകിയിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുമായി ടിൻഡുദാസ് ചേരുകയാണ്. ടിൻഡു, ആദ്യം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല, മറിച്ച് മേയറുടെ പരാതിയിൽ യദുവിനെതിരെയാണ് കേസെടുത്തത്. പിന്നീട് കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധമുയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേസെടുക്കാൻ, നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായത്. ഇപ്പോൾ യദു അവിടെ എത്ര മണിക്കായിരിക്കും എത്തിച്ചേരുക? യദുവിൻ്റെ ഈ മൊഴിയും ഈ ഒരു കേസിൽ എത്രത്തോളം നിർണായകവുമാണ്? കെ.പി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷന് മുന്നിലാണ്. യദു അല്പസമയത്തിന് മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. യദു മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. യദു മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള തർക്കം, റോഡിൽ നടന്ന തർക്കത്തിൽ പോലീസ് നേരത്തെ കേസ് കൊടുത്തിട്ടും കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് യദു കോടതിയിൽ പോകുന്നതും കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് ഈ സംഭവത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്തിട്ടുള്ളത്. മേയർ ആര്യ രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ എം.എൽ.എ. സച്ചിൻ ദേവ്, കൂടാതെ മേയറുടെ സഹോദരനായ അരവിന്ദ് തുടങ്ങിയ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിട്ടുള്ളത്. എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ്: പട്ടം ഭാഗത്ത് നിന്നും പാളയത്തേക്ക് വരികയായിരുന്ന ബസ് സാഫല്യ കോംപ്ലക്സിന് സമീപം വെച്ച ബസ്സിന് കുറുകെ ഒരു ആൾട്ടോ കാറ് കുറുകെ കയറിയിടുന്നു. അതിനുശേഷം കാറിൽ നിന്നും 3 പേര് ഇറങ്ങി വന്നതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചിരുന്നു. അതിനുശേഷം ആക്രോശിച്ചതിന് ശേഷം ഇത്തരത്തിൽ യദുവിനോട് മോശമായി പെരുമാറുന്നു. ആ സമയത്ത് സച്ചിൻ ദേവ് ഈ ബസ്സിനകത്തേക്ക് കയറുന്നു. ബസ്സിനകത്തേക്ക് കയറിയ ശേഷം വീഡിയോ എടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. ബസ് ഇനി മുന്നോട്ട് പോകില്ല എന്ന് അത്തരത്തിലുള്ള രീതിയിൽ ആക്രോശിക്കുന്നത്. അതേസമയമാണ് പുറത്തു നിന്ന മേയറുടെ സഹോദരൻ അരവിന്ദും അതോടൊപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും ചേർന്ന ഇത്തരത്തിൽ മേയർ യദുവിനോട് മോശമായി പെരുമാറുന്നു എന്നാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റൂട്ട് തടസ്സപ്പെടുത്തി, സീബ്ര ലൈനിന് കുറുകെയാണ് ആൾട്ടോ കാറ് ബസ്സിന് കുറുകെ ഇടുന്നു. അതിനുശേഷം റൂട്ട് തടസ്സപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് എഫ്ഐആറിൽ ആരോപിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങളാണ് കന്റോൺമെന്റ് പോലീസ് അന്വേഷിക്കുന്നത്. അതുമായി സംബന്ധിച്ചാണ് ഇന്നലെ യദുവിനോട് പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരാൻ പറഞ്ഞിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി യദു പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മൊഴി കൊടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. ആദ്യം പരാതി നൽകിയത് മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു. ആ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ആരോപണങ്ങളിലും യദുവിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് യദു നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയാണ് ഇത്തരത്തിൽ കന്റോൺമെന്റ് പോലീസിനത് അടിയന്തരമായിട്ട് റൂട്ട് തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശപ്രകാരമാണ് യദു നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും യദു ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുള്ളിൽ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കെ.പി. മേയർ ആര്യ രാജേന്ദ്രൻ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിലാണ് ഡ്രൈവർ യദു മൊഴി നൽകാനായി തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. മേയർ, ഭർത്താവ് എം.എൽ.എ. സച്ചിൻ ദേവ് എന്നിവർക്കെതിരെയാണ് യദു കേസ് നൽകിയിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ടിൻഡുദാസ് നൽകിയത്.